ഒരു പട്ടാളക്കാരനെ കിട്ടുമെന്നോ പട്ടാളക്കാരന്റെ ഭാര്യയെ ജീവിക്കേണ്ടി വരുമെന്നോ കരുതിയതല്ല. കല്യാണം കഴിഞ്ഞ് പുള്ളി ശ്രീനഗറിലും ഞാൻ നാട്ടിലായിരുന്നു. അവിടെ ഫാമിലി അലൗഡ് അല്ല. നെക്സ്റ്റ് പോസ്റ്റിംഗ് കർണാടകയായിരുന്നു. മോക്ക് 6 മാസം ഉള്ളപ്പോഴാണ് അവിടെ പോകുന്നത്. ക്വാർട്ടറിൽ നിൽക്കാൻ പുള്ളിക്ക് എന്തോ താല്പര്യമില്ലായിരുന്നു. സൗകര്യക്കുറവൊക്കെ കാരണമായിരിക്കാം. അങ്ങനെ ഞങ്ങൾ വാടകയ്ക്ക് വീടെടുത്തു. പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ ക്വാർട്ടറിൽ നിൽക്കേണ്ടി വന്നു. അപ്പോഴാണ് ശരിക്കും ആർമി ലൈഫ് എൻജോയ് ചെയ്തതും ആർമിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും. ഇത്ര നാൾ വെറുതെ വാടകയ്ക്ക് നിന്നല്ലോ എന്ന് തോന്നി സങ്കടപ്പെടുകയും ചെയ്തത്. സൗകര്യങ്ങളൊക്കെ നന്നേ കുറവായിരുന്നു ക്വാർട്ടേഴ്സിൽ. ഒരു കുഞ്ഞു കിച്ചൺ, രണ്ടുപേർക്ക് കഷ്ടിച്ച് നിൽക്കാം, സിമന്റ് പറ്റിയ കുറെ കറകൾ, അടയ്ക്കാൻ പറ്റാത്ത വിൻഡോ, ബെഡ്റൂം നല്ല വലിപ്പമുണ്ട്. അവിടെയും വിൻഡോയ്ക്ക് ഗ്ലാസ് ഇല്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. കൈ കഴുകാൻ വാഷ് ബേസിൻ ഇല്ല, മഴ വരുമ്പോൾ ഈർപ്പം വരുന്നു, ലീക്ക് ആവുന്നു. അങ്ങനെ നാട്ടിൽ നമ്മൾ വലിയ വീട്ടിലായിരിക്കും. ചിലർ 30-40 ലക്ഷത്തിന്റെ വീടൊക്കെ വെച്ച് നല്ല സൗകര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ക്വാർട്ടറിലുള്ള സൗകര്യത്തിൽ ജീവിക്കുന്നത്. പലപ്പോഴും കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ ഈ പാവം പട്ടാളക്കാർക്ക് കൊടുത്തുകൂടെ എന്ന് ഞാൻ സ്വയം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ട കാര്യം എല്ലാവരും അവിടെ ഹാപ്പി ആയിരിക്കും. ആർക്കും പരാതിയില്ല, പരിഭവങ്ങളില്ല. നമ്മുടെ ഫാമിലി ആയിട്ട് നമുക്ക് മാത്രമായൊരു കുഞ്ഞു വീട്, നമ്മുടെ ഇഷ്ടത്തിന് എന്തുണ്ടാക്കി കഴിക്കാൻ, ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇഷ്ടത്തിന് പുറത്തു പോയി കഴിക്കാനും എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന പോലെ അവൾക്ക് സ്വന്തമായൊരിടം. അതാകും ഈ 3 കൊല്ലം മാത്രം നിൽക്കുന്ന ഈ ക്വാർട്ടേഴ്സ് അവൾക്ക് ഇത്രയും പ്രിയപ്പെട്ടതാകുന്നത്. ലക്ഷറി വീടുകളൊന്നും അല്ലായിരിക്കാം, പക്ഷേ ക്വാർട്ടർ തരുന്ന ഒരു സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും അത് മറ്റെവിടെയും കിട്ടുകയില്ല. അപ്പോൾ ഇത് വൈറലായ സാൻഡ്വിച്ച് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സന്തോഷം മാത്രം. ബൈ.